നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥ. നേരായൊരു മാനസവും തീർത്തരുൾകന്നിൽ ദേവാ. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥ. നേരായൊരു മാനസവും തീർത്തരുൾകന്നിൽ ദേവാ. വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ക്രിസ്തീയ ജീവിതത്തിൽ വളരെ വിലപ്പെട്ട ഒരു കാലഘട്ടമാണ് നോമ്പ്. നോമ്പ് രൂപാന്തരത്തിൻ്റെയും ദൈവരാജ്യ അനുഭവത്തിൻ്റെയും അതിലുപരി ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തോടുള്ള താതാത്മ്യതയുടെയും അനുഭവമാണ്. നോമ്പ് ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ശുദ്ധീകരിച്ച് ആത്മീക അനുഭവത്തിൽ മുന്നേറുന്നതിന് നമ്മെ സഹായിക്കുന്നു. അതോടൊപ്പം ദൈവത്തോട് കൂടുതൽ അടുക്കുന്നതിനും തിന്മശക്തിയിൽ നിന്നും വിടുവിക്കപ്പെട്ട് ഫലകരമായ ജീവിതത്തിനായി നമ്മെ ഒരുക്കുന്നതിനും സഹായിക്കുന്നു. പ്രസിദ്ധ ഫോർഡ് മോട്ടോർ കമ്പനി നൽകിയ ഒരു പരസ്യവാചകം ഇപ്രകാരമാണ്: എ ക്ലിയർ എൻജിൻ ഓൾവേസ് ഡെലിവേഴ്സ് പവർ. ശുദ്ധീകരിക്കപ്പെട്ട ഒരു എൻജിൻ കൂടുതൽ ശക്തി നൽകുന്നു. ആനുകാലിക ജീവിത സാഹചര്യങ്ങളുടെ വൈകല്യങ്ങളിൽ കൂടി നാം യാത്ര ചെയ്യുമ്പോൾ അറിയാതെ തന്നെ പല അപാകതകളും വൈകല്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ അടിഞ്ഞുകൂടും. ആത്മാർത്ഥമായ ഒരു ശുദ്ധീകരണ പ്രക്രിയയിൽ കൂടി മാത്രമേ ജീവിതത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള മാലിന്യങ്ങളെ അകറ്റി ജീവിത വിശുദ്ധി നേടുവാൻ സാധിക്കുകയുള്ളൂ. നോമ്പുകാലം ജീവിത വിശുദ്ധീകരണത്തിനായി ദൈവം ഓരോ വർഷവും നമുക്ക് ഒരുക്കി തരുന്ന സമയമാണ്. ഈ അവസരം പ്രാർത്ഥനാപൂർവം സത്യസന്ധമായി നാം ഉപയോഗിക്കുമെങ്കിൽ നഷ്ടപ്പെട്ട നമ്മുടെ ആത്മീക ശക്തി വീണ്ടെടുത്ത് ഫലകരമായ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ സാധിക്കും. അതിനായി നാം ഒരുക്കുന്ന നോമ്പിൻ്റെ ആദ്യ ദിനമായ ആഷ് വെൻസ്ഡേ, ചാമ്പൽ ബുധൻ ആണ് ഇന്ന്. ഇസ്രായേൽ ജനതയുടെ 40 വർഷത്തെ മരുഭൂമിയിലെ അനുഭവങ്ങളും യേശുവിൻ്റെ 40 ദിവസത്തെ മരുഭൂമിയിലെ ഉപവാസവും നോമ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രലോഭനങ്ങളോട് ഏറ്റുമുട്ടുന്നതിനും പ്രലോഭനങ്ങളെ അതിജീവിക്കുന്നതിനും മരുഭൂമിയിലെ ഉപവാസം കർത്താവിനെ സഹായിച്ചു. ദൈവപരിപാലനത്തെ ചോദ്യം ചെയ്യാതെ സ്വയം സമർപ്പിക്കുവാൻ യേശു തയ്യാറായി. ലോകപ്രകാരമുള്ള നേട്ടങ്ങളെക്കാൾ ദൈവത്തിനു വേണ്ടി സഹനമേറ്റെടുക്കുവാനുള്ള സന്നദ്ധത കൈവരിക്കുവാനും ഉപവാസത്തിൽ കൂടി യേശുവിന് സാധിച്ചു. ക്രൂശിനെ സ്വീകരിക്കുന്നതിൻ്റെ തയ്യാറെടുപ്പായിരുന്നു യേശുവിൻ്റെ മരുഭൂമിയിലെ അനുഭവം. പൈശാചികമായ പ്രലോഭനങ്ങളെ അതിജീവിച്ച് ധീരതയോടെ ക്രൂശിലെ വേദനകളെ യേശു ഏറ്റെടുത്തു. തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് തന്നെ അനുഗമിക്കുവാൻ യേശു നമ്മോടും ആവശ്യപ്പെടുന്നു. യേശുവിന് വേണ്ടി നാം എന്ത് ത്യജിക്കണം? സമൃദ്ധി നൽകുന്ന ഭക്ഷണം മാത്രം ഉപേക്ഷിക്കുകയാണോ ചെയ്യേണ്ടത്? അല്ല, പിന്നെയോ സ്വയം ത്യജിക്കലിൻ്റെയും സമർപ്പണത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ദൈവത്തോടുള്ള ഒത്തുചേരലിൻ്റെയും അനുഭവമാണ് ഇത്. അപ്പോഴാണ് നാം ക്രൂശിൻ്റെ അനുഗാമികളായി തീരുന്നത്. ഇന്നത്തെ ലോകം ഭൗതിക നേട്ടങ്ങൾക്ക് ഊന്നൽ നൽകുന്നു. അതിനായി ആത്മീയതയെ ഉപയോഗിക്കുന്നു. മനുഷ്യൻ ഇന്ന് പായുന്നത് സ്വാർത്ഥതയുടെയും ആഡംബരത്തിൻ്റെയും പിന്നാലെയാണ്. ക്രിസ്തുവിൻ്റെ സഹനത്തിൻ്റെ ഒരംശം പോലും വിശ്വാസി ഏറ്റെടുക്കുവാൻ തയ്യാറാകുന്നില്ല. കർത്താവിനെ കണ്ടുമുട്ടുന്നവർ അവൻ്റെ മുറിവുകളെ ദർശിക്കുന്നവരാകണം. ക്രിസ്തുവിൻ്റെ ജീവിതം നമുക്ക് നൽകിയിരിക്കുന്നത് സ്വാർത്ഥതയുടേതോ സ്വയത്തിൻ്റെയോ ജീവിതമല്ല, പ്രത്യേക സഹനത്തിലൂടെയുള്ള ജീവിത വിജയമാണ്. സ്വയം ത്യജിക്കുകയും ശൂന്യമാവുകയും ചെയ്യുക. ഒരുവൻ ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ തീരുമാനിക്കുമ്പോൾ മരണത്തെ തിരഞ്ഞെടുക്കുന്നു. ബോൺഹോഫർ എന്ന ദൈവശാസ്ത്രജ്ഞൻ പറയുന്നത് കം ആൻഡ് ഡൈ എന്നാണ്. അതായത് നമ്മിൽ അന്തർലീനമായിരിക്കുന്ന
നീചശക്തികളെ നിർമ്മാർജ്ജനം ചെയ്ത് ക്രൂശിനെ അനുഗമിക്കുക. നമ്മുടെ ആത്മീക ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന എല്ലാ പാപങ്ങളെക്കുറിച്ചും അനുദപിച്ച് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയും ക്രൂശിൻ്റെ അനുഗാമികളായി തീരുകയും ചെയ്യുന്ന അനുഭവം ഈ നോമ്പിൽ നമുക്ക് ഉണ്ടാവണം. ഫ്രഞ്ച് ഭരണാധികാരികളാൽ നാടുകടത്തപ്പെട്ട വിക്ടർ ഹ്യൂഗോ എന്ന പ്രശസ്ത സാഹിത്യകാരൻ ഓരോ ദിവസവും കടൽക്കരയിൽ വന്നിരിക്കുക സാധാരണമായിരുന്നു. തിരികെ പോകുമ്പോൾ അദ്ദേഹം ഒരു കല്ലെടുത്ത് കടലിലേക്ക് എറിയും. ദിവസമുള്ള ഈ പ്രവൃത്തി ശ്രദ്ധിച്ചുവെന്ന ഒരു കൊച്ചു പെൺകുട്ടി അതിൻ്റെ കാരണം ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഈ ഓരോ കല്ലും ഞാൻ ചെയ്തു പോയ പാപത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഞാൻ ചെയ്തു പോയ ഓരോ പ്രവൃത്തിയും മനസ്സിൽ കൊണ്ടുവന്ന ശേഷം എറിഞ്ഞു കളയുകയാണ്. ഓരോ കല്ല് എറിഞ്ഞു കളയുമ്പോഴും എൻ്റെ ഹൃദയഭാരം കുറയുകയും ദൈവത്തോട് അടുക്കുന്നതിൻ്റെ സന്തോഷം എനിക്ക് ലഭിക്കുകയും ചെയ്യുന്നു. നമുക്കും വിക്ടർ ഹ്യൂഗോയെ പോലെ നമ്മുടെ പാപപ്രവൃത്തികളെ നോമ്പിൻ്റെ ഓരോ ദിവസവും മനസ്സിൽ കൊണ്ടുവന്ന ശേഷം എറിഞ്ഞു കളയാം. അതോടൊപ്പം പ്രാർത്ഥിക്കാം, ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരാത്മാവിനെ എന്നിൽ പുതുക്കണമേ എന്ന്. കർത്താവേ, ക്രൂശിലേന്തിൻ്റെ മുറിവുകളെ ദർശിച്ച് സഹനത്തിൻ്റെ മാർഗം സ്വീകരിക്കുവാൻ എന്നെയും പ്രാപ്തനാക്കണമേ. ആമേൻ. തവ തിരുസന്നിധി തന്നിൽ നിന്നും തള്ളിക്കളയരുതെന്നേ നീ. പരിപാവനനേ